നമസ്കാരം. ബോബി ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിലുള്ള വിഷയം അത് കേസിലേക്ക് എത്തി. ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് ജയിലിൽ. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ അടുത്ത ദിവസം കോടതി പരിഗണിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് അദ്ദേഹത്തിന് പിന്നാലെ അദ്ദേഹത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അവമാനിച്ചു എന്ന ഹണി റോസിൻ്റെ പരാതിയെ തുടർന്ന് ഇപ്പോൾ രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷകനായ രാഹുൽ ഈശ്വറും കേസിൽ അകപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഹണി റോസ് നിരന്തരം തന്നെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നു, തൻ്റെ വസ്ത്രധാരണ രീതിയെ വിമർശിക്കുന്നു, ചാനൽ ചർച്ചകളിൽ തന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് വന്നിരുന്നു. അവർ ഫേസ്ബുക്കിലൂടെ തൻ്റെ പ്രതികരണം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹണി റോസ് കൃത്യമായും പരാതി നൽകിയാൽ കേസെടുക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുള്ളത്. നിയമോപദേശം അത്തരത്തിൽ തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു ഹണി റോസിനെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് കൂടി രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്. അതിലും ഇപ്പോൾ കേസെടുക്കാനുള്ള നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും തുടരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 കേസുകൾ നിലവിൽ രാഹുൽ ഈശ്വറിനെതിരെ വന്നു കഴിഞ്ഞു. FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റും മറ്റ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റിലേക്കും മറ്റും നീങ്ങുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി രാഹുൽ ഈശ്വർ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തേടുന്നതായിട്ടാണ് സൂചനകൾ. ഒരു അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള കരുതൽ നടപടി എന്നോണം രാഹുൽ അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ കേസെത്തിയാൽ താൻ തന്നെ വാദിക്കും, താൻ വക്കീലാണ് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഹണി റോസുമായി യാതൊരു ഒത്തുതീർപ്പിനുമില്ല എന്ന നിലപാടിലാണ് രാഹുൽ ഈശ്വർ പോകുന്നത്. മെൻസ് അസോസിയേഷൻ, അതായത് ആണുങ്ങൾക്കും ഈ രാജ്യത്ത് പരിഗണന വേണം, അല്ലെങ്കിൽ നീതി ലഭിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഈശ്വർ പ്രധാനമായും ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുകയും ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതിയെ വിമർശിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഹണി റോസിൻ്റെ പരാതി കാര്യക്ഷമമായി പോലീസ് എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായും രാഹുൽ ഈശ്വറും ഈ കേസിൽ പെടും എന്ന് ഉറപ്പാണ്. അത്തരത്തിൽ കസ്റ്റഡിയിലേക്കും അറസ്റ്റിലേക്കും പോവുകയാണെങ്കിൽ വലിയ, അതായത് ബോബി ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിൽ തുടക്കത്തിലുണ്ടായിരുന്ന പ്രശ്നം അത് മറ്റൊരു രീതിയിലേക്ക് മാറുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഉജ്ജ്വല സ്വീകരണം നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെൻസ് അസോസിയേഷൻ എന്ന പേരിൽ സ്വീകരണം നൽകാനൊക്കെ ഒരുങ്ങുകയാണ് രാഹുൽ ഈശ്വർ. അത്തരത്തിൽ ഒരു പുരുഷ സ്ത്രീ പ്രശ്നം, അല്ലെങ്കിൽ അത്തരത്തിൽ ആ രീതിയിൽ, അതായത് സ്ത്രീപക്ഷം അതേപോലെ പുരുഷ മേധാവിത്വം എന്നൊക്കെ പറയുന്ന പോലെ 2 വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളുമൊക്കെ തുടരുകയാണ്.